താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിനായി GLP സ്കൂൾ കോട്ടയ്ക്കലിൻ്റെ നമ്മുടെ ആദരണീയായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സുധ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കോട്ടയ്ക്കൽ പ്രദേശത്തെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. കോട്ടയ്ക്കൽ GLP സ്കൂളിൻ്റെ 111ാം വാർഷികാഘോഷ വേളയിലാണ് നമ്മൾ. ലെഗസി ഗാല എന്ന പേരിൽ നാം 2 ദിവസമായി നടത്തുന്ന വ്യത്യസ്ത പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചറുടെ യാത്രയയപ്പ് സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കോട്ടയ്ക്കൽ GLP സ്കൂൾ ഈ കോട്ടയ്ക്കലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നാം അറിയപ്പെടുന്ന ഇടം നേടിയ ഒരു സ്കൂളാണ്. ആയുർവേദത്തിൻ്റെ പാരമ്പര്യത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് കോട്ടയ്ക്കലിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് ഈ കോട്ടയ്ക്കൽ GLP സ്കൂൾ തന്നെയാണ്. ഒട്ടേറെ പേർ വിവിധ തുറകളിലായി ഈ വിദ്യാലയാങ്കണത്തിൽ നിന്നും ആദ്യാക്ഷരം കുറിച്ച് കടന്നുപോയവരായി ഉണ്ട്. അവരെല്ലാവരും തന്നെ ഈ സ്കൂളുമായി ഇന്നും ഏറെ നല്ല ബന്ധം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. കാരണം നമ്മൾ ഈ വാർഷികം പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ഇന്ന് വരെ പല ഇടങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ വാർഷികത്തിന് പിന്തുണ നൽകുന്ന ധാരാളം വ്യക്തികൾ ഈ പ്രദേശത്തുണ്ട്. അവരോടെല്ലാം ഈ സ്കൂൾ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. അക്കാദമിക രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം ശുചിത്വവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം എന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ഭൗതികമായ സ്ഥല സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ട് എന്നത് വാസ്തവമാണ്. അതിനുള്ള ഒരു പോംവഴിയും ഏകദേശം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള ഏകദേശം ഒരു പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫണ്ട് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഈ അന്തരീക്ഷത്തിലുള്ള ഒരു അവസാനത്തെ വാർഷികമായിരിക്കും ചിലപ്പോൾ ഇത്. കാരണം അടുത്ത ഒരു വാർഷികത്തിലേക്ക് ചിലപ്പോൾ സ്കൂളിൻ്റെ മുഖച്ഛായ ഒന്ന് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെയും ഓർമ്മയിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ഈ ഒരു വാർഷിക ആഘോഷവേള നമുക്ക് വളരെ ഭംഗിയായി ഗംഭീരമായി നടത്തേണ്ടതുണ്ട്. സ്കൂളിൻ്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇതേവരെ ഒപ്പം നിന്ന, ഞാനിവിടെ HM ആയി ചാർജ് എടുത്ത് മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഈ സമയം കൊണ്ട് എനിക്ക് ഇവിടെയുള്ള രക്ഷിതാക്കളുടെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും ഒക്കെ പിന്തുണ ധാരാളമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുക.
അതുകൊണ്ട് തന്നെ നമ്മുടെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ പിന്തുണയുണ്ടാവണം. ഒപ്പം നമ്മുടെ കോട്ടക്കൽ നഗരസഭയിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കാറുണ്ട്. ആ രീതിയിലുള്ള പിന്തുണയും ഒപ്പം സർക്കാരിൻ്റെ പിന്തുണയും ഒക്കെയായി നമുക്ക് ഈ സ്കൂളിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾ, ഈ കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇനിയും നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാലയം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ വേദിയെ അലങ്കരിച്ചിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒറ്റ വാക്കിൽ ആദ്യം ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരെയായി പരിചയപ്പെടുത്താം. ഈ യാത്രയപ്പ് സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റാണ് ശ്രീ പ്രവീൺ പള്ളത്ത്. പ്രവീൺ പള്ളത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വന്ന അന്ന് മുതൽ സ്കൂളിലെ അധ്യാപകനാണോ, സ്കൂളിലെ PTA പ്രസിഡന്റാണോ, രക്ഷിതാവാണോ, നാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാമാണ്, ഇതിനപ്പുറവുമാണ്. കാരണം രാപ്പകലില്ലാതെ ഈ വാർഷികത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ അഹോരാത്രം പണിയെടുത്ത് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ സഹായിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി യത്നിച്ച എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ പ്രവീൺ പള്ളത്തിനെ സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മലപ്പുറം SSK മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ശ്രീ മഹേഷ് MD ആണ്. മഹേഷ് സാർ സാഹിത്യ രംഗത്ത് ഫിസിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റെങ്കിൽ ഫിസിക്സ് അധ്യാപകനാണ്. പക്ഷേ മലയാള സാഹിത്യത്തിൽ ഏറെ താല്പര്യമുള്ള, അതല്ലെങ്കിൽ ഇടം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. നല്ല ഒരു ഗാനരചയിതാവും കവിയുമാണ്. ഒരു മ്യൂസിക്കൽ ആൽബത്തിൻ്റെ രചനയ്ക്ക് അവാർഡ് നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവതാരകർ അത് സൂചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് മഹേഷ് സാറെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, അദ്ദേഹം ഒരുപാട് തിരക്കിലാണ്, കുറേ മീറ്റിങ്ങുകളുടെ ഒക്കെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ പലരും എത്തിച്ചേരാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ആ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് ഈ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ മഹേഷ് MDയെ കോട്ടക്കൽ GLP സ്കൂളിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി റംല ടീച്ചർ, കോട്ടക്കൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ, അവർ ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അവരും ഈ വേദിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, അതേപോലെ തന്നെ ഈ നാട് മാത്രമല്ല കേരളക്കര മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായിക കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട തീർത്ഥക്കുട്ടിയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദി നമ്മുടെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചറുടെ യാത്രയപ്പ് വേദിയാണ്. ഏകദേശം 20 വർഷത്തിലധികമായി ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച്
ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ, LKG UKG ഒന്നാം ക്ലാസ്സിലേക്ക് ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. അവരുടെ കണ്ണീരും പുഞ്ചിരിയും ഒപ്പിയെടുത്ത് അവരെ സന്തോഷത്തിന്റെയും അറിവിന്റെയും പാതയിലേക്ക് നയിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചർ. ഞാനിവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഒരു സീനിയർ അസിസ്റ്റന്റും സഹോദരിയും ഒക്കെയായി എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചർ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ സർ, നമ്മുടെ വാർഡ് കൗൺസിലർ. അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ സ്കൂളിന്റെ കൗൺസിലർ എന്നാണ് പ്രവീൺ പറയാറ്. എന്ന പോലെ നമ്മോടൊപ്പം എന്നും ഉള്ള നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ കോട്ടക്കൽ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീമതി ശോഭ ടീച്ചറെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ SMC ചെയർമാൻ ശ്രീ പ്രവീഷ് എന്തിനും ഏതിനും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന, ഏത് കാര്യത്തിനും സന്നദ്ധനായ നമ്മുടെ സ്കൂളിലെ കരുത്തുറ്റ SMC ചെയർപേഴ്സൺ ശ്രീ പ്രവീഷിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ MTA പ്രസിഡന്റ്, അതേപോലെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലെയും എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീമതി അർച്ചന ടീച്ചറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ലീഡർ, സ്കൂളിലെ ഏത് പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന നല്ല പ്രിയപ്പെട്ട മിടുക്കനായ വിദ്യാർത്ഥി ശ്രീദേവകിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ അറബി അധ്യാപകൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ യാസർ അറാഫത്താണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിലേറെ ഈ വേദിയെ നൃത്ത ചുവടുകൾ കൊണ്ട്, അതേപോലെ സംഗീത സാന്ദ്രമായ സന്ദർഭങ്ങളിലൂടെ മനോഹരമാക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾ, പ്രിയപ്പെട്ട GLP സ്കൂളിലെ എൻ്റെ കൂട്ടുകാരെ, കൊച്ചുമക്കളെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെ എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, 2 ദിവസങ്ങളിലായി മുഴുവൻ സമയവും ഇവിടെ ചെലവഴിച്ച നമ്മുടെ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും, ഈ സ്കൂളുമായി സഹകരിക്കുന്ന നമ്മുടെ SSG അംഗങ്ങൾ, അതേപോലെ PTA, MTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, SMC അംഗങ്ങൾ, ഈ നാട്ടുകാർ എല്ലാവരെയും ഒരേപോലെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. 111ാമത് വാർഷികാഘോഷവും ലഹസ്യകാല സ്നേഹാദരം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് വേദി നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഈ വേദി അലങ്കരിച്ച് സംസാരിക്കുന്നതിനായി ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ പള്ളത്തിനെ, PTA പ്രസിഡന്റ് കൂടിയായ പ്രവീൺ പള്ളത്തിനെ കുറിച്ച് നമുക്ക് ഏറെ പറയേണ്ടതില്ല. തികഞ്ഞ സംഘാടക മികവ് കൊണ്ടും നേതൃപാർവം കൊണ്ടും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും
ഈ സ്കൂളിൽ തന്റേതായ ഒരിടമുണ്ടാക്കി തീർത്ത വ്യക്തിത്വത്തിലുടനെയാണ് നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് പ്രവീൺ പളർ. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. JP സ്കൂളിന്റെ 111ാമത് വാർഷികാഘോഷവും ആ വാർഷികാഘോഷം ലെഗസി ഗാല എന്ന പേരിൽ വളരെ വിപുലമായി നടക്കുകയാണ്. ഈ വാർഷികാഘോഷ പരിപാടിയുടെ പ്രധാനമായി 20 വർഷം നമ്മുടെ സ്കൂളിലെ അധ്യാപികയായിരുന്നു യാഥാർത്ഥ്യ ടീച്ചർ റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന യാത്രയപ്പ് പൊതുസമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ 20 വർഷക്കാലം സ്കൂളിന്റെ മുഖമായിരുന്നു ടീച്ചറെന്ന് നേരത്തെ സ്വാഗതം ആശംസിച്ച അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ പറഞ്ഞു വെച്ചു. ടീച്ചറുടെ മുഖം നഷ്ടപ്പെടുന്നതോടൊപ്പം ഈ വാർഷികത്തോടെ നമ്മുടെ സ്കൂളിന്റെ മുഖത്തിലും പുതിയ മാറ്റങ്ങൾ വരും എന്ന് സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി. ടീച്ചർക്ക് 20 വർഷക്കാലത്തെ സർവീസിനിടയിൽ നമ്മളോട് പറയാനുള്ളത് കേൾക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ പ്രൗഢമായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മഹേഷ് സാറിനെ ഞാൻ സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് നേരിട്ട് ക്ഷണിക്കുകയാണ്. കൂടുതൽ അധ്യക്ഷ പ്രസംഗങ്ങളിൽ കടക്കാതെ ബഹുമാനപ്പെട്ട മഹേഷ് സാറിന് സ്നേഹാദരങ്ങളോടെ ഉദ്ഘാടനം ഈ പ്രൗഢഗംഭീരമായ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കോട്ടക്കൽ GLP സ്കൂളിന്റെ 111ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് ചടങ്ങും ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. പ്രസ്തുത കർമ്മം നിർവഹിക്കുന്നതിനായി ജില്ലാ പ്രോഗ്രാം ഓഫീസർ SSK മലപ്പുറം ശ്രീ മഹേഷ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ മഹേഷ് സാർ ഫിസിക്സ് അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം മലയാള കലാ സാഹിത്യ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ശ്രാവണ പൗർണമി എന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ഗാനരചയിതാവ്. ഈ ഗാനരചനയ്ക്ക് ഈ വർഷത്തെ മ്യൂസിക്കൽ ആൽബത്തിലെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡിന് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. ഒട്ടേറെ കലാ സാഹിത്യ മേഖലകളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വവും ആദരണീയനുമായ ശ്രീ മഹേഷ് സാർ ഈ ചടങ്ങിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. 10 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം അവസാനിപ്പിക്കും. വളരെ തിരക്കുള്ള വ്യക്തി ആയതുകൊണ്ടല്ല, 2 പരിശീലനങ്ങളുടെ ചുമതല വഹിച്ച് അത് അവസാനിപ്പിക്കാനുള്ള സമയം മലപ്പുറത്ത് എത്തേണ്ടത് കൊണ്ട് തന്നെ 10 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. ആദരണീയനായ ഈ വിദ്യാലയത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രവീൺ പള്ളത്ത് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ള കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സണും പ്രിയ സുഹൃത്തുമായ KK നാസർ, ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ കേരളത്തിൻ്റെ വാനമ്പാടി തീർത്ഥ സത്യൻ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, സർവീസിൽ നിന്നും വിരമിക്കുന്ന രാധാദേവി ടീച്ചർ, ഈ ചടങ്ങിന് വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലെ രക്ഷകർത്താക്കൾ, കുട്ടികൾ,
അധ്യാപക സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും നല്ല നമസ്കാരം. നേരത്തെ സ്വാഗതം ആശംസിച്ച ഈ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപിക കൂടിയായ എൻ്റെ സഹപാഠി സുധ ടീച്ചറും എൻ്റെ കൂടെ ജോലി ചെയ്ത യാസർ മാഷും, ഈ വിദ്യാലയത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാഫ് സെക്രട്ടറിയുമായ യാസർ മാഷും ഈ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യണമെന്ന് നേരത്തെ അറിയിച്ചതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ സന്തോഷത്തിന് കാരണം അറിവിൻ്റെ ലോകം അനേകായിരം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയ അഭിമാനകരമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു അധ്യാപിക പിരിഞ്ഞു പോകുമ്പോൾ, ആ വിദ്യാലയത്തോട് വിട പറയുമ്പോൾ അതിന് സാന്നിധ്യമരുളാൻ സാക്ഷ്യം വഹിക്കണമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ അധ്യാപകൻ എന്ന വാക്കിന് വലിയ വിലയാണുള്ളത്. പണ്ട് സുമാർ അഴീക്കോട് മാഷ് പറഞ്ഞ, ഏത് അധ്യാപകനെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. ദായും ധായും ചേർത്ത അധ്യാപകനാണോ, അതോ വെറും ധ മാത്രമുള്ള അധ്യാപകനെയാണോ നിങ്ങൾക്കിഷ്ടം, നിങ്ങൾക്ക് വേണ്ടത് എന്ന് സുമാർ അഴീക്കോട് മാഷ് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. വിദ്യ ദാനം ചെയ്ത് ധനവാനായ അധ്യാപകരെയാണ് നമുക്ക് വേണ്ടത്. വിദ്യ കൊണ്ട് ധനമുണ്ടാക്കിയവരെയല്ല നമുക്ക് വേണ്ടത്. വിദ്യ ദാനം ചെയ്ത്, അതുകൊണ്ടാണ് ദായും ധായും ചേർത്തുകൊണ്ടുള്ള അധ്യാപകനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിന് കാരണം അധ്യാപകൻ ജീവിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ലാസ് മുറികളിലോ വിദ്യാലയങ്ങളിലോ അല്ല. എപ്പോഴും ഒരു അധ്യാപകൻ ജീവിക്കേണ്ടത് കുട്ടികളുടെ ഹൃദയങ്ങളിലാണ്. ഇന്ന് നമ്മുടെ പുതിയ തലമുറ ജനറേഷൻ, സെറ്റ് ജനറേഷൻ, ജെൻസി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമുക്ക് അറിവോ വിവരമോ നേടുന്നതിന് ഒരു കുട്ടിക്ക് പോലും വിദ്യാലയത്തിൽ പ്രവേശിക്കേണ്ട ഒരാവശ്യവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചു വരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്തിനാണ് യഥാർത്ഥത്തിൽ വിദ്യാലയങ്ങൾ, എന്തിനാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ? ആ ചോദ്യം വളരെ പ്രസക്തമാകുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് നമുക്ക് ധാരാളം സാഹചര്യങ്ങൾ ഈ വളരെ അനുനിമിഷം അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിജ്ഞാനം വിരൽ തുമ്പിലായിരിക്കൊണ്ടിരിക്കുന്ന നോളജ് ഈസ് അറ്റ് ഫിംഗർ ടിപ്സ് എന്നാണ് പറയാറുള്ളത്. ഇൻഫർമേഷൻ ഈസ് അറ്റ് ഫിംഗർ ടിപ്സ്. വിരൽ തുമ്പിൽ വിജ്ഞാനം ലഭിക്കുന്ന ഈ കാലയളവിൽ എന്തിനാണ് വിദ്യാലയങ്ങൾ, എന്തിനാണ് അധ്യാപകർ? ആ ചോദ്യത്തിന് ഉത്തരമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികളും അധ്യാപക സുഹൃത്തുക്കളും രക്ഷകർത്താക്കളും. വിജ്ഞാനം നേടുന്നതിന് വിദ്യാലയത്തെ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സ്നേഹവും നീതിബോധവും ഒക്കെ പകർന്നു നൽകുന്നതിന് വിദ്യാലയങ്ങൾ അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന് തെളിയിക്കുകയാണ് ഇത്തരം സംഗമങ്ങൾ. 3 വർഷം കഴിഞ്ഞാൽ ഞാൻ യാത്രയാകുമ്പോൾ എന്നെക്കുറിച്ചും ഇതുപോലെ ആളുകൾ
പറയാനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. 10 മിനിറ്റിനകത്ത് സംസാരം നിർത്തേണ്ടതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷരസുഹൃതം ആയിരങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ഈ വിദ്യാലയത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച രാധാദേവി ടീച്ചറുടെ ഭാവി ജീവിതം ശോഭനവുമാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഈ യാത്രയപ്പ് സമ്മേളനത്തിന് സമർപ്പിക്കുന്നതിനായി രാധാദേവി ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ന നിലയ്ക്ക് 4 വരി കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അഭിവാദനം അഭിവാദനം അക്ഷരകലവൻ അഭിവാദനം 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 അക്ഷരകലവൻ അഭിവാദനം അറിവിന്നാഭൈ അഭിമാനമാകുന്ന അധ്യാപകർക്കെൻ്റെ അഭിവാദനം അറിവിന്നാഭൈ അഭിമാനമാകുന്ന അധ്യാപകർക്കെൻ്റെ അഭിവാദനം ഹൃദയപദങ്ങളിൽ പ്രണയമെഴുതിയ പ്രിയ കൂട്ടുകാർക്കെൻ്റെ അഭിവാദനം ഹൃദയപദങ്ങളിൽ പ്രണയമെഴുതിയ പ്രിയ കൂട്ടുകാർക്കെൻ്റെ അഭിവാദനം പിരിഞ്ഞു പോകിലും പാടനിൽ പടരുന്ന സ്നേഹത്തിൻ കവിവാദനം പിരിഞ്ഞു പോകിലും പ്രാണനിൽ പടരുന്ന സ്നേഹത്തിൻ കവിവാദനം ഇതിഹാസങ്ങൾ രചിക്കുമീ മണ്ണിലെ മധുര സ്മൃതികൾ കവിവാദനം ഇതിഹാസങ്ങൾ രചിക്കുമീ മണ്ണിലെ മധുര സ്മൃതികൾ കവിവാദനം ഓർക്കാതിരിക്കില്ല നിങ്ങൾ വിടർത്തിയ മഴവില്ലിൻ നിറമുള്ള മുഹബത്തുകൾ ഓർക്കാതിരിക്കില്ല നിങ്ങൾ വിടർത്തിയ മഴവില്ലിൻ നിറമുള്ള മുഹബത്തുകൾ മറക്കില്ലൊരിക്കലും മനസ്സിൽ മതിക്കുന്ന രാഗാത്രമാം സൗഗന്ധികങ്ങളെ മറക്കില്ലൊരിക്കലും മനസ്സിൽ മതിക്കുന്ന രാഗാത്രമാകുന്ന സൗഗന്ധികങ്ങളെ സൗഗന്ധികങ്ങളെ സൗഗന്ധികങ്ങളെ. താങ്ക് യു സർ. കോട്ടക്കൽ GLP സ്കൂൾ 111-ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടന്നത്. അധ്യാപകർ ജീവിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ മനസ്സിലാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടും ഹൃദ്യമായ വാക്കുകൾ കൊണ്ടും ഈ ഉദ്ഘാടന കർമ്മം ഭംഗിയാക്കിയ, തിരക്കുകൾക്കിടയിലും നമ്മുടെ പരിപാടിക്ക് ഓടിയെത്തിയ ശ്രീ മഹേഷ് സാറിനെ
പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. അടുത്തതായി ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട രാധാദേവി ടീച്ചർക്കുള്ള പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. അതിനായി SSK മലപ്പുറം ശ്രീ മഹേഷ് MD സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട സ്വീകരിക്കുന്നതിനായി ശ്രീമതി രാധാദേവി ടീച്ചറെയും ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ രഹസ്യധാരയുടെ പേരിലുള്ള സ്നേഹാദരത്തിന്റെ ഭാഗമായി ശ്രീമതി രാധാദേവി ടീച്ചർക്കുള്ള പ്രത്യേക ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നത് ശ്രീ മഹേഷ് സാറാണ്. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ KK നാസിർ സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒട്ടേറെ തിരക്കുകൾക്കിടയിൽ നിന്നും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിക്ക് ആശംസകൾ നേർന്ന് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിദ്യാഭ്യാസ പ്രവീൺ, സുധ ടീച്ചർ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത മഹേഷ്, ഞങ്ങളുടെ വാർഡിൻ്റെ കൗൺസിലർമാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശോഭ ടീച്ചർ, അതുപോലെ തന്നെ കൃഷ്ണകുമാർ, പ്രിയപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ, എൻ്റെ രക്ഷിതാക്കൾ. മലപ്പുറത്ത് നിന്ന് ഞങ്ങൾ കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റിവിഷൻ്റെ ഒരു പദ്ധതിയുമായി മലപ്പുറത്തെ DPC ഹാളിൽ അടിയന്തര മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് സമയം വൈകേണ്ടി വന്നത്. രക്ഷിതാക്കളും അധ്യാപകരോടും ക്ഷമാപണം നടത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ റിട്ടയർമെൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മറ്റൊരു ജോലിയിൽ നിന്നും രാജിവെച്ച് അല്ലെങ്കിൽ റിട്ടയർഡായത് കഴിഞ്ഞാലും അവരെ ആ പൊസിഷൻ കൂടി അല്ലെങ്കിൽ സൂപ്രണ്ടായി റിട്ടയർഡായി കഴിഞ്ഞാൽ സൂപ്രണ്ടായിരുന്നു എന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ കൗൺസിലർ ശോഭ ടീച്ചറെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ടീച്ചറാണ്. ഇപ്പോഴും ഞങ്ങളൊക്കെ ടീച്ചറെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അധ്യാപകർ എന്ന് പറയുന്നത് അവർക്ക് റിട്ടയർമെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോൾ കണ്ടാലും ടീച്ചറെ എന്ന് മാത്രമാണ് അധ്യാപകരെ വിളിക്കുന്നത് എന്നുള്ളത് തന്നെ അവരും നമുക്ക് തന്നിട്ടുള്ള ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അർപ്പണബോധത്തോടുള്ള പ്രവർത്തനങ്ങൾ എന്നും വളരെ വിലമതിക്കാവുന്നതാണ്. ഈ സദസ്സിലും അതുപോലെ തന്നെ കുറേ ടീച്ചർമാർ റിട്ടയർമെൻറ്റായി കഴിഞ്ഞിരിക്കുന്ന ടീച്ചർമാരുണ്ട്. അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റിട്ടയർഡ് ചെയ്തു എന്ന രീതിയിൽ അവരൊക്കെ അന്ന് എങ്ങനെയാണോ അവർ പഠിപ്പിച്ചത് ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും അവരുടെ പേരോടൊപ്പം അല്ലെങ്കിൽ ടീച്ചർ എന്ന പേര് നാമകരണം ചെയ്യുന്നത്. കുട്ടികൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അധ്യാപന ജോലിയിൽ
അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് തോന്നുന്നത് LP സ്കൂള്, പ്രീ പ്രൈമറി സ്കൂള് ഒക്കെയാണ്. ഈ ചെറിയ കുട്ടികളെ ഈ മനസ്സിൽ ഒരു ടീച്ചർ എന്ന സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അവരിനി 100 വയസ്സിലാണ് മരിക്കുന്നതെങ്കിലും ആ മനസ്സിൽ നിന്നും ഈ ക്ലാസ്സും ഈ ചുറ്റുമതിലുള്ളിലുള്ള അധ്യാപകരെയും മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ടീച്ചർക്ക് പുസ്തകാല ജീവിതത്തിൽ സന്തോഷമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി GLP സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾ രാധാദേവി ടീച്ചർക്ക് നൽകുന്ന സ്നേഹോപഹാര സമർപ്പണ ചടങ്ങാണ്. സ്നേഹോപഹാരം നൽകുന്നതിനായി ശ്രീ KK നാസിർ സാറിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി രാധാദേവി ടീച്ചറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി സർ. അടുത്തതായി നമ്മുടെ ലഗസികാല പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള തീർത്ഥ സത്യൻ. തീർത്ഥയെക്കുറിച്ച് അധികം പറയേണ്ടതില്ല. GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഇന്ന് സംഗീത ലോകത്ത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയുമാണ് തീർത്ഥ സത്യൻ. ഏഷ്യാനെറ്റിലെ പ്രശസ്തമായ സംഗീത റിയാലിറ്റി ഷോ ആയ സ്റ്റാർ സിംഗറിലൂടെ ശ്രദ്ധേയയായ യുവ ഗായിക കൂടിയാണ് ഇന്ന് തീർത്ഥ. മികച്ച ശാസ്ത്രീയ സംഗീത അടിത്തറയും ആലാപന മികവുമുള്ള തീർത്ഥ തൻ്റെ വൈവിധ്യമാർന്ന ആലാപന ശൈലിയിലൂടെ പ്രേക്ഷകരുടെ എല്ലാം ഹൃദയം കവരുകയായിരുന്നു. പ്രിയങ്കരിയായ തീർത്ഥയെ ലഗസികാല പരിപാടിയുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. അഭിമാനവും സന്തോഷവും എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം ഞാനിവിടെ LKG UKG പഠിച്ചത് ഈ ക്ലാസ് റൂമിൽ. അപ്പോൾ അത് 10-16 വർഷം മുമ്പാണെന്ന് തോന്നുന്നില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അച്ഛൻ്റെ കയ്യിലും പിടിച്ച് ഈ ബാക്കിലൂടെയാണ് ഞാൻ എപ്പോഴും വരാറ്. അപ്പം ഇന്നും ഞാൻ അച്ഛൻ്റെ അടുത്ത് വരുന്ന എപ്പോഴും അങ്ങനെയല്ലേ വരാറ്. അപ്പം ഇന്നും അങ്ങനെ വരാം. കാരണം ഞാൻ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ അതിഥിയായിട്ട് വരാൻ പറ്റുന്നതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതാണ്. പിന്നെ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയത് ഈ സ്റ്റേജിൽ നിന്നാണ്. ടീച്ചേഴ്സൊക്കെ അത്രയും വന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. വിജയ ടീച്ചറും പ്രീത ടീച്ചറൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. 2 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ടീച്ചേഴ്സിനും വലുതായിട്ട് അറിയില്ല. എന്നാലും രാധ ടീച്ചറൊക്കെ കണ്ടിട്ടുള്ള നല്ല പരിചയമുണ്ട്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്കിപ്പോൾ തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പാട്ട് പാടിത്തരാൻ ഉള്ളൊരു ഇതില്ല. എന്നാലും ഞാൻ 2 വരെ എന്തായാലും പാടിത്തരാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇന്ന് ഇവിടുന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചർക്ക് അതുപോലെ തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഈ വാർഷികാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് പാടിത്തരാം.
ഹലോ 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 എല്ലാവരും കൂടെ പായതാ ഡാൻസ് ഒക്കെ കളിക്കുക. क्या सच है और क्या है माया, कोई यहाँ समझ नहीं पाया. दुनिया चलती है बस पर बीस, अपना Thank you, Dutta. അടുത്തതായി മനോഹരമായൊരു ഗാനം ആലപിച്ച് ഈ സദസ്സിനെ ഉജ്ജ്വലമാക്കിയ തീർത്ഥ സത്യനെ നമ്മുടെ GLP സ്കൂളിൻ്റെ വക ഒരു സ്നേഹോപഹാരമുണ്ട്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ HMS പ്രിയങ്കരിയായ സുധ ടീച്ചറെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി തീർത്ഥ സത്യനെയും ക്ഷണിക്കുന്നു. Thank you, Tirtha. Thank you, teacher. 111ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും
ലഗസ്യകാല ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന്റെ വേദിയിലാണ് നാം എല്ലാം സന്നിഹിതരായിരിക്കുന്നത്. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി കോട്ടക്കൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി റംല ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി റംല ടീച്ചർ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും നിറസാന്നിധ്യമായ റംല ടീച്ചർ ഏതൊരു കാര്യത്തിന് എപ്പോൾ വിളിച്ചാലും നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ്. ലഗസികാല വാർഷികാഘോഷ പരിപാടിക്ക് ടീച്ചറുടെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. കോട്ടക്കൽ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 111-ാം വാർഷികാഘോഷവും സ്കൂളിലെ രാധാദേവി ടീച്ചർക്കുള്ള യാത്രയപ്പം നൽകുന്ന വേദിയിലെ അധ്യക്ഷൻ പ്രവീൺ അവർകൾ, പരിപാടി ഉദ്ഘാടനം ചെയ്ത കോട്ടക്കൽ നഗരസഭയുടെ ആദരണീയനായിട്ടുള്ള ചെയർമാൻ പ്രിയപ്പെട്ട KK നാസർ സാഹിബ്, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് പ്രിയങ്കരിയായിട്ടുള്ള സുധ ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കൃഷ്ണകുമാർ അവർകൾ, ഇന്ന് നമുക്ക് യാത്രയപ്പ് നടത്തുന്ന ആദരണീയായിട്ടുള്ള കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട നിർത്ത സത്യൻ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളവും 111-ാം വാർഷികം, സ്കൂളിന്റെ വാർഷികാഘോഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ഈ കാലയളവിൽ അത്രയും ഒട്ടനവധി പേരെ വിദ്യയുടെ അറിവിന്റെ തലത്തിലേക്ക് ഉയർത്തി ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് ഒരുപാട് പ്രതിഭാസമ്പന്നരെ വാർത്തെടുത്തുകൊണ്ട് കോട്ടക്കൽ GLP സ്കൂൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, സ്കൂളിന്റെ പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും പാഠാനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം കോട്ടക്കൽ നഗരസഭ എന്നും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സ്കൂളുകൾക്ക് പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ട് കൂടെ നിൽക്കുമ്പോൾ കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ സ്കൂളിലെയും പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടും പരസ്പര വിജയത്വത്തോടു കൂടി ഒരു പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും പ്രവർത്തനങ്ങളെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ നഗരസഭ. എന്നിരിക്കെ എല്ലാ കാര്യങ്ങളും കോട്ടക്കൽ നഗരസഭയോട് ആരാഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ കോട്ടക്കൽ നഗരസഭയും സ്കൂളിനോടടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സ്കൂളിൽ ഇനി പുതിയ കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും കോട്ടക്കൽ നഗരസഭ കൂടെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യത്യസ്തമായ കഴിവുകളാൽ സമ്പന്നരാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരായിട്ടാണ് വരുന്നതെങ്കിലും കുട്ടികളുടെ കഴിവുകളെ വാർത്തെടുക്കുകയും കുട്ടികളുടെ കഴിവിനനുസരിച്ച് അതിനനുസരിച്ച് തന്നെ ഓരോ കുട്ടിയെയും വാർത്തെടുക്കാൻ ഇവിടുത്തെ അധ്യാപകർ സദാ സന്നദ്ധരാണ്. വളരെ സ്മാർട്ടായിക്കൊണ്ട് അധ്യാപകർ കുട്ടികളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പഠന കാര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും പഠന മികവുകളിലും മുന്നോട്ട് കൊണ്ടുപോയി കുട്ടികളെ നയിച്ചുകൊണ്ട് സ്കൂളിലെ പേരും പെരുമയും പ്രശസ്തിയും നിലനിർത്തുമ്പോൾ തന്നെ കുട്ടികളോടൊപ്പം സ്കൂളിനോടൊപ്പം അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു കണ്ണിയായി രക്ഷിതാക്കളും പ്രവർത്തിക്കുകയും അതിലൊരു കണ്ണിയായി ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളിന്റെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ടാണ് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ വിശാലമാക്കുന്നത് എന്ന് നമുക്കറിയാം.
തുടർന്നും ഇതേപോലെയുള്ള എല്ലാ കൂട്ടായ്മയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വിധേയമാകേണ്ടത് എപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തോട്, അത് രക്ഷിതാക്കൾ കുട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് അധ്യാപകരോട് കൂടി പരസ്പരം കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കുട്ടിയുടെ വിജയം സാധ്യമാക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ ഒരു വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കുട്ടികൾ വ്യത്യസ്തമായ കഴിവുകളാണ്. ഈ വേദിയിൽ ഇവിടെ നേരത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ തീർത്ഥ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചതെന്ന്. അങ്ങനെ പഠിച്ച് അവർ നല്ല നിലയിലെത്തി നല്ലൊരു കലാകാരിയായി അവരെ വാർത്തെടുക്കാൻ സ്കൂൾ പ്രാപ്തമായെങ്കിൽ എനിക്ക് മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയെയും അത്തരത്തിലേക്ക് ഉയർത്താൻ സ്കൂളിന് സാധ്യമാകും, നമുക്ക് തീർച്ചയാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുക എന്ന് മാത്രം. ഇവിടെ മറ്റൊരു ഇന്ന് 111ാം വാർഷിക ആഘോഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ടീച്ചർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചർക്കുള്ള യാത്രയപ്പും ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ സ്കൂളിലേക്ക് ഏതൊരു സമയത്തും എപ്പോൾ കടന്നു വരുമ്പോഴും വളരെ ചിരിച്ച മുഖത്തോടുകൂടി നമ്മെ സ്വാഗതം ചെയ്യുകയും പലപ്പോഴായി ടീച്ചറുമായി ഒത്തിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്നുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇതുവരെയും എൻ്റെ കൂടെ നിന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, അത് ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളവും റിട്ടയർമെന്റ് അവരുടെ ജീവിതത്തിലെ അനിവാര്യത ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് പോകേണ്ടി വരുന്നത്. നമുക്കറിയാം, ടീച്ചറെ കണ്ടാൽ ഇവിടെ റിട്ടയർമെന്റിന്റെ പ്രായം ഇല്ല എന്ന് നമുക്ക് വേദിയിൽ പറയാൻ കഴിയും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രായം ഒരു നമ്പർ മാത്രമാണെന്നും ടീച്ചർക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും നമുക്കറിയാം. കഴിഞ്ഞ വാർഷികത്തിലാണ്, വാർഷികാഘോഷ സമയത്താണ് ഇതേപോലെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു ഹെഡ് മാസ്റ്റർ നമ്മുടെ ജോർജ് കുട്ടി മാഷിന് ഒരു യാത്രയപ്പ് നടത്തിയത്. അന്നും വളരെ വിപുലമായി സംഘടിച്ചുകൊണ്ടാണ് അതും നടന്നത്. ഇപ്പോ ഈ ഒരു വേദിയിൽ ഇന്ന് നമ്മൾ ടീച്ചർക്കാണ് യാത്ര. അന്ന് മാഷ കൂടെ മറ്റൊരു സിനോബി ടീച്ചറും 2 അധ്യാപകർക്കുള്ള യാത്രയപ്പാണ് കഴിഞ്ഞ വാർഷികാഘോഷത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ടീച്ചർക്കാണ് നമ്മൾ ഇന്നിവിടെ യാത്രയപ്പ് നടക്കുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം തുടർന്നും സ്കൂളിൽ സേവനം ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളും, അത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് സ്കൂളിലെ ഏതൊരു അധ്യാപന വിഷയത്തിലാണെങ്കിലും എല്ലാം ടീച്ചർ നമ്മൾ ഇവിടെ വരുമ്പോൾ ചേർന്നിരുന്നു കൊണ്ട് കൂടിയാലോചിച്ച് പരസ്പരം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മൾ നിർവഹിക്കാറുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് പ്രിയപ്പെട്ട സുധ ടീച്ചർ വന്നിട്ട് ഒരു വർഷക്കാലമായില്ലെങ്കിലും ആ ഒരു വർഷക്കാലത്തിനിടയിൽ നടന്ന പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ലെഗസി ഗാല പ്രദർശിപ്പിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമുക്കറിയാം, ഓരോ അധ്യാപകരും അവരുടെ കാലയളവിലെ പ്രവർത്തന മികവുകളെ കാണിച്ച് പൊതുജനങ്ങൾക്കും പൊതുസമൂഹത്തിനും വിലയിരുത്തപ്പെടുമ്പോൾ ടീച്ചർമാരുടെ പ്രവർത്തനങ്ങളും ഇവിടെ വിലയിരുത്തപ്പെടുകയാണ് എന്ന് നമുക്കറിയാം. ഓരോ കുട്ടിയുടെയും മനസ്സിൽ അവരുടെ അധ്യാപകർക്ക് വലിയ സ്ഥാനമാണുള്ളത്. ആ സ്ഥാനം തുടർന്നും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് എനിക്കറിയാം, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് ഒരുപാട് പറയാനുണ്ടാവും. കാരണം ഒട്ടേറെ തലമുറകൾക്ക് അറിവിന്റെ വിദ്യ നൽകിക്കൊണ്ട് ഒട്ടേറെ ശിഷ്യഗണങ്ങളെ സമ്പാദിച്ചുകൊണ്ടാണ് ടീച്ചർ പടിയിറങ്ങുക. അതാണ് ടീച്ചറുടെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും. നമുക്കറിയാം, ഏറ്റവും നല്ല ഒരു പ്രൊഫഷനായി നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കൂളിനെ നയിച്ചെങ്കിൽ തുടർന്നും ടീച്ചറുടെ ശിഷ്ട ജീവിതം വാസുരമാകട്ടെ എന്നും കൂടുതൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലേക്ക് ഊന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മികവ് പുലർത്താനും പങ്കാളികളാകാനും ടീച്ചർക്ക് സാധിക്കട്ടെ എന്നും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്നും നേർന്നുകൊണ്ട് ഈ ഒരു സ്കൂളിന്റെ 111ാം വാർഷികാഘോഷത്തിനും ടീച്ചർക്ക് നൽകുന്ന യാത്രയപ്പ് സമ്മേളനത്തിനും ഈ ലെഗസി ഗാല പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആശംസകൾ അർപ്പിച്ച രമേശ് ടീച്ചർക്ക് പ്രത്യേക നന്ദി. ഇതോടൊപ്പം തന്നെ ലെഗസികാരുടെ പേരിലുള്ള ഒരു ഉപഹാരം ശ്രീമതി രാധാദേവി ടീച്ചർക്ക് സമർപ്പിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീമതി റംല ടീച്ചറിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി രാധാദേവി ടീച്ചറിനെയും സ്നേഹാദരം ക്ഷണിക്കുന്നു.
താങ്ക് യു ടീച്ചർ. താങ്ക് യു രമല ടീച്ചർ. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ കൃഷ്ണകുമാരനെ ക്ഷണിക്കുന്നു. കൃത്യമായ പെരുമാറ്റം കൊണ്ടും ലാളിത്യം കൊണ്ടും ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ വാർഡ് കൗൺസിലർ ആദരണീയനായ കൃഷ്ണകുമാരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ഇതിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന പ്രവീൺ പള്ളത്ത് PTA പ്രസിഡന്റാണ്. അദ്ദേഹം സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അദ്ദേഹം സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 മക്കളാണ്. കൂടാതെ ഈ വേദിയിൽ പങ്കെടുത്ത നമ്മുടെ എല്ലാം പോസിറ്റീവായി കാണുന്ന നമ്മുടെ നഗരസഭാ ചെയർമാൻ AK നാസർ സാർ, വൈസ് ചെയർപേഴ്സൺ കമല ടീച്ചർ, നമ്മുടെ ശോഭ ടീച്ചർ, ഈ സ്കൂളിൻ്റെ പ്രിയങ്കരിയായ സുധ ടീച്ചർ, മറ്റ് ടീച്ചർമാർ, PTA പ്രസിഡന്റുമാർ, ഇവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നാം ഇന്ന് 111 ഈ സ്കൂളിൻ്റെ 111 വാർഷികവും നമ്മുടെ ശ്രീമതി രാധാ ടീച്ചറെ നമ്മുടെ കുട്ടിപിരിയൽ റിട്ടയർമെൻറ്റ് സമ്മേളനത്തിനാണ് നിൽക്കുന്നത്. ഞാൻ ഈ സ്കൂളിൽ 68 കൊല്ലം മുമ്പ് 1ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിലും എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും വ്യക്തി നിർമ്മാണത്തിലും പ്രാധാന്യം നൽകുന്ന സ്കൂൾ വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബം തന്നെയാണ്. ഇവിടെ നടന്ന ഓരോ പഠനത്തിനും ഇവിടുത്തെ അധ്യാപകന്മാരുടെയും PTA-യുടെയും രക്ഷാകർത്താക്കളുടെയും പരിശ്രമവും അവരെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വിജയം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് അതിനെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ രാധാകൃഷ്ണൻ ടീച്ചർ ഇന്ന് തിരിയുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു പുഞ്ചിരിക്കുന്ന മുഖവും സന്തോഷിക്കുന്ന മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും ദൈവം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ലെഗസി കാലയ്ക്ക് എൻ്റെ സകലവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു കൃഷ്ണകുമാരേട്ട. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ കോട്ടക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീമതി ശോഭ ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറസാന്നിധ്യമായ ഊർജ്ജസ്വലതയോടെ എല്ലാ പരിപാടികളും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനകീയായ ശോഭ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രവീൺ എൻ്റെ കുട്ടി കൂടിയാണ് കേട്ടോ, ഞാൻ പഠിപ്പിച്ച കുട്ടി കൂടിയാണ്, അതുകൊണ്ടാണ് പ്രവീൺ എന്നൊക്കെ തന്നെ വിളിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ കമല ടീച്ചർ, വാർഡ് കൗൺസിലർ കൃഷ്ണകുമാർ, നമ്മുടെ HM, അതേപോലെ തന്നെ ഇന്നത്തെ താരം നമ്മുടെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചർ, നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ഈ നാട്ടിലുള്ള ബഹുജനങ്ങൾ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പൂർവ്വ രക്ഷിതാക്കളൊക്കെ തന്നെ ഒരു നാടിൻ്റെ ഉത്സവമായിട്ടാണ് 2 ദിവസമായിട്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ ആഘോഷിക്കുന്നത്.
നമ്മുടെ കുട്ടികൾ വളരെ അസ്വസ്ഥരാണ്. കാരണം ഇവിടെ പറയുന്നതൊന്നും അവർക്ക് ഇപ്പൊ തീർത്ഥ പാടിയപ്പോൾ അവരുടെ എത്ര അച്ചടക്കത്തോടാണ് കേട്ടോണ്ടിരുന്നത്. ഈ പ്രസംഗമൊന്നും കുട്ടികൾക്ക് ശരിക്കും ദഹിക്കില്ല, അത് സത്യമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. കുട്ടികളെ രക്ഷിതാക്കളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ 111 വാർഷികം ലെഗസി ഗാല എന്ന പേരിലാണ് ഇത് ആഘോഷിക്കുന്നത്. ആ പേരിൽ തന്നെ ഉള്ളൊരു പ്രത്യേകത. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? ലെഗസി ഗാല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് സാധിച്ചില്ല. ഇന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്യണം. പക്ഷേ ഒരു പ്രത്യേകത അല്ലെ, ആരെയും ആകർഷിക്കുന്ന ഒരു പേരാണ്. ആ പേരിന്റെ സജഷൻ തന്നെ ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ ഞാൻ കാണുക. അതൊരു വലിയ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ വിദ്യാലയങ്ങളൊക്കെ ഏത് സ്ഥിതിയിലാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട, ഇപ്പൊ നമുക്ക് നേർക്കാഴ്ച 111 വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂള് എനിക്ക് തോന്നുന്നത് കണക്ക് കൂട്ടിയാൽ ഏകദേശം 1915 ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിതമായി. അന്നത്തെ വിദ്യാഭ്യാസവും അന്ന് വിദ്യാലയത്തിൽ ആരൊക്കെ എത്തിയിരുന്നെന്നും ആർക്കൊക്കെ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു എന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പലതും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മളതൊക്കെ ഒന്ന് ആലോചിക്കണം. സ്ത്രീകൾക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന, വിദ്യാലയത്തിൽ പ്രവേശനമില്ലാത്ത, അല്ലെങ്കിൽ ഉന്നത സമുദായത്തിലുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള കാലം, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരു കാലം, ആ കാലഘട്ടത്തിലൂടെയാണ് ഈ സ്കൂൾ സ്ഥാപിതമായ കാര്യങ്ങൾ കടന്നുപോയത് എന്ന് നമുക്കറിയാം. ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ധാരാളം സമര പോരാട്ടങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ശേഷം അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, പഞ്ചമി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിൽ പ്രവേശിച്ചത്. ഞാൻ കഥകളൊന്നും പറയുന്നില്ല. ഇപ്പൊ വിദ്യാഭ്യാസത്തിൽ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് 1957 UMS സർക്കാർ അധികാരമേറ്റപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കര ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ആ വിപ്ലവമാണ് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാ ആൾക്കാർക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും സ്കൂളിൽ ചേരുകയും ഫീസ് കൊടുക്കേണ്ടാത്ത ഒരവസ്ഥയും ആൺകുട്ടിയും പെൺകുട്ടിയും വ്യത്യാസമില്ലാതെ നമ്മൾ സ്കൂളുകളിൽ ചെയ്യുകയും പഠിക്കുകയും ആ വിദ്യയുടെ നേട്ടം കൊണ്ട് തന്നെയാണ് കേരളം വളർന്നു വന്നത്. തുടർന്ന് വന്നിട്ട് കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരും വിദ്യാഭ്യാസ രംഗത്ത് നല്ല പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നാട്ടിലെ കുട്ടികളാണ് നാടിന്റെ സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ കാലാകാലത്തിൽ മാറി വന്ന സർക്കാരും നടത്തിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇടക്കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ അഭ്യസിച്ച് കുറച്ചുണ്ടാകുക ഇപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളൊക്കെ മോശമാണെന്ന് തോന്നുകയും അതിന്റെ ഭാഗമായിട്ട് ധാരാളം അൺഎയ്ഡഡ് സ്കൂളുകൾ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മീഡിയം ഇംഗ്ലീഷ് ആവണം എന്ന് കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളീയരായുള്ള ആൾക്കാർക്ക് തോന്നുകയും അതിന്റെ ഭാഗമായിട്ട് അൺഎയ്ഡഡ് സ്കൂളുകൾ ഇവിടെ ധാരാളം വരികയും അതിന്റെ ഭാഗമായി തന്നെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ കൊയ്റ്റുപോകുകയും അതിന്റെ ഭാഗമായി പല വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയും തൊഴിലവസരങ്ങൾ, അധ്യാപകർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്കുള്ള സർക്കാർ സ്കൂളുകളുടെയൊക്കെ അവസ്ഥ ഇന്ന് കാണാം. പണ്ട് ഒടിഞ്ഞ ബെഞ്ചിലാണ് അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന റൂമുകളിലാണ് ഇരുന്നതെങ്കിൽ ഇന്ന് നല്ല ഹൈടെക് വിദ്യാലയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ വിദ്യാലയങ്ങളുടെ കെട്ടിടത്തിൽ മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല, അക്കാദമിക രംഗത്തോ ഏറ്റവും നല്ല കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അധ്യാപക പരിശീലനങ്ങളും അങ്ങനെയൊക്കെ നടത്തി ഇന്ന് IT മേഖലയിൽ പണ്ടൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു ചോക്ക് കഷ്ണം കാണിച്ചാണ് സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പഠിപ്പിച്ചിരുന്ന കാലത്ത് നിന്നും എല്ലാ സ്കൂളുകളിലും ലാബുകളും അവിടെ കുട്ടികൾ സ്വയം പരീക്ഷണങ്ങൾ ചെയ്യുകയും
കണ്ടുകൊണ്ട് വിദ്യാഭ്യാസം കൂടുതൽ ആകർഷകമാക്കുകയും അവരുടെ മനസ്സിലേക്ക് ചിത്രങ്ങളെല്ലാം പതിയുകയും അവരുടെ വിരൽത്തുമ്പിൽ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എന്ത് സംശയവും മാറ്റിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തെ ഏറ്റവും മുന്നോട്ട് നയിച്ച ഒരു കാലഘട്ടമാണ്. ഇനിയും അത് മുന്നോട്ട് പോകുക തന്നെയാണ്, അത് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ രംഗത്തേക്ക് പോവുകയും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ നല്ല വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവർക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിൽ കിട്ടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലായാലും അവർക്ക് നല്ല തൊഴിലവസരങ്ങൾ കിട്ടുക, നല്ല മനുഷ്യനായിട്ട് വളരാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും സ്വയം പര്യാപ്തം നേടിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തന്നെ നമ്മൾക്കറിയാം 4Gയും 5Gയും ഒക്കെ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ പിന്നോട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതിനെയെല്ലാം മുറിച്ചു കടന്ന് നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാവണം, നല്ല അധ്യയനം അവിടെ നടക്കണം, നല്ല കുട്ടികൾ അവിടെ നിന്ന് പുറത്തു വരണം. നമുക്കറിയാം ഈ ആയൂർ നഗരത്തിന്റെ ഹൃദയഭൂമിയിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ നിന്ന് എത്രയോ പ്രതിഭാസമ്പന്നരായ, എത്രയോ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഇവിടുത്തെ അധ്യയനം പൂർത്തിയാക്കിയതിനു ശേഷം അവർ പുറത്ത് ഇന്ന് ഏതെല്ലാം തുറകളിൽ, ലോകത്തിന്റെ നാനാ തുറകളിലും വിവിധ ഇടങ്ങളിൽ വർക്ക് ചെയ്ത് കോട്ടക്കലിനെ അടയാളപ്പെടുത്തുകയും ഇവിടുത്തെ കുട്ടിയാണ്. ഇപ്പൊ തീർത്ഥക്കുട്ടി തന്നെ വന്ന് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ കുട്ടിയാണ്, 2 വർഷം പഠിച്ചെങ്കിലും 2 വർഷം പ്രീ പ്രൈമറിയിൽ മാത്രമേ ആ കുട്ടി പഠിച്ചിട്ടുള്ളൂ എങ്കിലും ആ കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും ഈ വിദ്യാലയം മാറില്ല. എന്റെ സ്കൂള് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്ന സ്കൂളാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ 1ാം ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം. നമ്മളുടെ മനസ്സിൽ പതിയുന്ന ഒരിതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആദ്യാക്ഷരം പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ പേര്. നമ്മൾ ഒരിക്കലും അവരെ മറക്കില്ല. പിന്നെ വലിയ കുട്ടികളായി കഴിയുമ്പോൾ ചിലരൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്നൊക്കെ പോയെന്നിരിക്കും. പക്ഷെ നമ്മൾക്ക് ആദ്യാക്ഷരം കുറിച്ച് തന്ന, നമ്മൾ ആദ്യമായി ചേർന്ന സ്കൂളും അവിടുത്തെ അധ്യാപകരും എന്നും ഒരു നല്ല ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് അധ്യാപനം വെറും ഒരു ജോലി മാത്രമല്ല, വെറും ഒരു ജോലിക്ക്, ഒരു ശമ്പളം പറ്റുന്ന ജോലിയിലേക്ക് അപ്പുറത്തേക്ക് അതിന് പ്രതിജ്ഞയാണ്. അറിവ് പകർന്നു നൽകുക, പാഠപുസ്തകങ്ങളിലെ അറിവ് പകർന്നു നൽകുക മാത്രമല്ല അധ്യാപകർ ചെയ്യേണ്ടത്, അവരെ മൂല്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് വളർത്തുകയും ഒരു നല്ല മനുഷ്യനായി. നമുക്ക് ചിലപ്പോൾ വലിയ ജോലികളൊന്നും, വലിയ ശമ്പളം പറ്റുന്ന ജോലികളൊന്നും കിട്ടില്ലാതിരിക്കും. പക്ഷെ നല്ല മനുഷ്യനായി ഏത് ജോലിയും ചെയ്യാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാപ്തിയാവുകയും ചെയ്യുന്നത് ആ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ക്ലാസ് സ്കൂളുകളിൽ നമ്മൾ പാഠപുസ്തകത്തിന് അപ്പുറത്തായിട്ട് അവിടെ ജീവിത പാഠങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളൊരു കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ പല വാർത്തകളും വായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് എങ്ങനെ പറയണം, എന്ത് പറയണം എന്ന് നമ്മുടെ അധ്യാപകർ വളരെ വേവലാതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ശാസനം എപ്പോഴും ശാസിക്കേണ്ടി വരും. നമ്മുടെ സ്വന്തം മക്കളെ പോലെ കാണുന്നത് കൊണ്ട് നമുക്കവരെ ശാസിക്കേണ്ട പല അവസരങ്ങളും വരും. ആ ശാസനകൾ വളരെ കരുതലോടെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരെ തിരുത്തേണ്ടത് വളരെ സ്നേഹത്തോടെ ആയിരിക്കണം നമ്മൾക്ക് തിരുത്തേണ്ടത്. അതുപോലെ അവർക്കുള്ള പ്രോത്സാഹനം വളരെ ആത്മാർത്ഥതയോടാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ നിന്നും റിട്ടയർ ചെയ്യുന്ന രാധാദേവി ടീച്ചർ ഈ രീതിയിലൊക്കെ തന്നെ ഇവിടുത്തെ കുട്ടികളോട്, ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഒക്കെ മനസ്സിൽ ടീച്ചർ എന്നും ഉണ്ടാവും. കാരണം ആ രീതിയിലാണ് ടീച്ചർ ആ കുട്ടികളോട് അറിഞ്ഞ്, കാരണം ആ കുട്ടി എവിടെ നിന്ന് വരുന്നു, അവന്റെ സാഹചര്യം എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. ആ കുട്ടി ഏത് വീട്ടിൽ നിന്ന് വരുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് അവരെ പ്രാപ്തരാക്കാൻ പറ്റുക. ആ രീതിയിൽ കുട്ടികളെ അറിഞ്ഞ് അവരോട് പെരുമാറി അവർക്ക് നല്ല വിദ്യാഭ്യാസവും അറിവും അതുപോലെ തന്നെ മൂല്യബോധങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിലെ ഒരു നല്ല പൗരനായി വളരാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിക്കൊണ്ട് കലാപരമായിട്ടും ഒക്കെ തന്നെ എല്ലാ മേഖലകളും, വ്യത്യസ്ത മേഖലകളിൽ ഒരു കുട്ടിയിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന കഴിവുകൾ എന്താണോ ആ കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒപ്പം നിർത്താൻ ഇവിടുത്തെ എല്ലാ അധ്യാപകരും, എനിക്കറിയാം ഇവിടുത്തെ
കാലങ്ങളായി ഞാനൊരു അധ്യാപികയായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ മിക്കവാറും എല്ലാ അധ്യാപകരെയും എനിക്കറിയാം. ആ രീതിയിലുള്ള ഒരു അധ്യയനമാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ തന്നിരിക്കുന്നത്. ഇപ്പം മറ്റുള്ള സ്കൂളുകളൊക്കെ വളരെ സ്മാർട്ടായപ്പോൾ നമ്മുടെ സ്കൂൾ മാത്രം അത് ചില സാങ്കേതികമായ തടസ്സത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്ന സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ പോയി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനെ കണ്ടു. അല്ല മക്കളെ, കണ്ടില്ലേ? നിങ്ങൾ മന്ത്രി അപ്പൂപ്പനെ കാണാൻ പോയില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ സ്കൂളിന് മുഖച്ഛായ തന്നെ മാറ്റാൻ പോവുകയാണല്ലേ? ഇനി നല്ല സൗകര്യമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുള്ള ഒരു വിദ്യാലയത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിനുള്ള നടപടി ആരംഭിച്ചു തുടങ്ങി. 1 കോടി രൂപ സർക്കാർ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ വിദ്യാലയം ഏറ്റവും നല്ല രീതിയിൽ മികച്ച ഒരു കെട്ടിടം, ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു കെട്ടിടമാക്കി ഉയർത്താൻ ഉള്ള എല്ലാ നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. നാട്ടിലെ മറ്റു പ്രദേശങ്ങളിലുള്ള മികച്ച വിദ്യാലയത്തിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ കോട്ടക്കൽ GLP-യിലെ കുട്ടികൾക്കും ഇനി ഇരുന്ന് പഠിക്കാനുള്ള അവസരമുണ്ടാകും. ഇന്ന് റിട്ടയർ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. രാജാസിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ ഇത്രയും മികച്ച ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല. ഞാൻ അസൂയോടെ അവരോട് പറയും, ഈ ക്ലാസ് റൂമിലൊന്നും പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. പക്ഷേ എന്നാലും നമ്മൾ അതോർത്ത് സങ്കടപ്പെടുകയാണ്. പണ്ടത്തെ കാലത്ത് വിരമിക്കുന്ന മാതിരിയല്ല. പണ്ടൊക്കെ ഒരു അധ്യാപകൻ വിരമിക്കുമ്പോൾ പടിയിറങ്ങുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. സാമ്പത്തികമായിരുന്നു ഏറ്റവും പ്രധാനം. ഈ കാലത്തെ അധ്യാപകർക്ക് അങ്ങനെയുള്ള സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരത്യാവശ്യം ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കാനുള്ള ഒരു പെൻഷനും ഒക്കെ ആയിട്ടാണ് അധ്യാപകർ പുറത്തിറങ്ങുന്നത്. പക്ഷേ വിരമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമാണ്. എനിക്കിപ്പോഴും സങ്കടമുണ്ട്. ഞാൻ വിരമിച്ചിട്ട് കുറേ ആയെങ്കിലും എനിക്കിപ്പോഴും സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും കരുത്ത് നമ്മുടെ കുട്ടികളാണ്. ഇന്ന് നമ്മൾ പഠിച്ച കുട്ടികൾ നമ്മളെ കാണുമ്പോൾ എന്തൊരു സന്തോഷത്തോടെയാണ് ഓടിയെത്തുന്നത്, ടീച്ചറെ എന്ന് വിളിച്ച്. അപ്പം നമുക്കൊരു സങ്കടം തന്നെയാണ് വിരമിക്കാൻ. എനിക്ക് തോന്നുന്നു വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിക്കുന്നവർക്കും ഈ സങ്കടം ഉണ്ടാവില്ല. കുട്ടികളില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്വാസം മുട്ടാണ്. നമ്മുടെ ഏത് കാര്യവും മറക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് അസുഖമാണെങ്കിലും നമ്മൾ 10 മണിക്ക് ആ ക്ലാസ്സിലെത്തി ഈ കുരുന്നു മുഖങ്ങൾ കാണുമ്പോൾ അവരുടെ ചിരിയും അവരുടെ കൊഞ്ചിയുള്ള വർത്തമാനവും അവരുടെ ഇതും കാണുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകുകയാണ്. അതിനെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിരമിക്കുന്ന ഏതൊരു അധ്യാപകനും ഒരു സങ്കടമുണ്ടാവും. അതും രാധാദേവി ടീച്ചർക്കും അതുണ്ടാവും. അതിനപ്പുറത്തേക്ക് വിരമിച്ചു എന്ന് പറഞ്ഞാൽ ഈ റമല ടീച്ചർ പറഞ്ഞ പോലെ ഒരു സംഖ്യ മാത്രമാണ്. ഇനിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ധാരാളം ചെയ്യാൻ ടീച്ചർക്ക് പറ്റും. നമ്മൾ റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ, അപ്പോഴാണ് ഇനി നമുക്ക് പല അസുഖങ്ങളും ഉണ്ടോ എന്ന് സംശയം തോന്നുന്നത്. ആ അസുഖങ്ങൾ വരുമോ എന്ന് സംശയം പോലും തോന്നിക്കാത്ത രീതിയിൽ ഏതെങ്കിലും മേഖലയിൽ, ഇപ്പം ധാരാളം മേഖലകളുണ്ട്, പ്രവർത്തിക്കാൻ പറ്റുന്ന ധാരാളം മേഖലകളുണ്ട്. ആ മേഖലയിൽ ടീച്ചർ നല്ലൊരു പ്രവർത്തകയായിട്ട്, ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് നാടിനും നാട്ടുകാർക്കും വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ ടീച്ചർക്ക് റിട്ടയർമെന്റ് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക്, ഈ വാർഷികാഘോഷം ഇത്രയും വിപുലമായി സംഘടിപ്പിച്ച ഇവിടുത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ടീച്ചർ. അധ്യാപനം ഒരു തൊഴിലിനപ്പുറം ആത്മസമർപ്പണം കൂടിയാണെന്നും പഴമയും പുതുമയും കൂട്ടിയിണക്കി വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ചും അർത്ഥവത്തായ സന്ദേശം നമുക്ക് നൽകി സംസാരിച്ച കൗൺസിലർ ശ്രീമതി ശോഭ ടീച്ചർക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ SMC ചെയർമാൻ ശ്രീ പ്രഭീഷിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മൾ 111ാം വാർഷികാഘോഷമായിട്ട് ലയസീകാല ആഘോഷിക്കുകയാണല്ലോ. അതിൻ്റെ ആശംസ അർപ്പിക്കുക എന്നുള്ള കടമ നിറവേറ്റുകയാണ് ഞാൻ എൻ്റെ കടമ മാത്രം നിറവേറ്റിക്കൊണ്ട് പോകുന്നു. കൂട്ടത്തിൽ നമ്മൾ രാധാദേവി ടീച്ചർക്കുള്ള വിരമിക്കൽ ചടങ്ങും നടത്തുന്നുണ്ട്. രാധാദേവി ടീച്ചർക്ക് അതിൻ്റെ ആശംസ
എൻ്റെ പേരിലും SMCയുടെ പേരിലും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു പ്രതീഷ്. അടുത്തതായി ഈ സ്കൂളിൻ്റെ MTA പ്രസിഡന്റ് ശ്രീമതി അർച്ചനയെ ആശംസകൾ നേർന്നു സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടും വളരെ സൗമ്യമായ നിലയിൽ എല്ലാവരോടും ഇടപെട്ടുകൊണ്ടും തന്നിൽ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടും ഈ സ്കൂളിലെ ഒരു അധ്യാപികയായി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയങ്കരിയായ അർച്ചന ടീച്ചർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, PTA, SMC, MTA, SSG കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, എല്ലാവർക്കും നമസ്കാരം. ആയുർവേദ നഗരിയായ കോട്ടക്കലിലെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ GLP സ്കൂൾ ഇന്ന് 111-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ധാരാളം കുരുന്നുകൾ ഇവിടുന്ന് ആദ്യാക്ഷരം നുകർന്നു പോയിട്ടുണ്ട്. ഈ വാർഷികം ലഗസികാല എന്ന പേരിൽ ഇന്നലെയും ഇന്നുമായി വളരെ മനോഹരമായി ഇവിടെ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ പരിപാടിയൊക്കെ നമ്മളെല്ലാവരും ആസ്വദിച്ചു. ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ പ്രിയപ്പെട്ട രാധാദേവി ടീച്ചറുടെ യാത്രയപ്പ് കൂടി നടക്കുന്ന ഒരു വേദിയാണ്. ഇന്നത്തെ താരം നമ്മുടെ രാധാദേവി ടീച്ചർ ആയതുകൊണ്ട് തന്നെ 2 വാക്ക് ടീച്ചറെ കുറിച്ച് പറയുകയാണ്. നമുക്ക് ആർക്കും 1-ാം ക്ലാസ്സിലെ ടീച്ചറെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ? കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ വളരെ സൗമ്യമായി വളരെ ലളിതമായി പരിഹരിച്ചു കൊടുക്കുന്ന രാധാദേവി ടീച്ചറെ നമ്മളിവിടെ കാണാറുണ്ട്. അതുപോലെ സഹാധ്യാപകരോടുള്ള ടീച്ചറുടെ പെരുമാറ്റം, രക്ഷിതാക്കളോടുള്ള ടീച്ചറുടെ സമീപനം എല്ലാം നേരിട്ട് കാണാൻ പറ്റിയതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഈ യാത്രയപ്പ് വേളയിൽ ഇനിയുള്ള ശിഷ്ടജീവിതം വളരെ സന്തോഷവും ആയുസ്സും ആരോഗ്യവും ഒക്കെ നേർന്നതാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ രഹസ്യകാല നല്ല രീതിയിൽ വളരെ വിജയമായി തീരട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഈ പരിപാടിക്ക് ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു അർച്ചന. അടുത്തതായി ഈ വേദിയിൽ നമ്മുടെ സ്കൂളിൻ്റെ ലീഡർ മാസ്റ്റർ ശ്രീദേവ് നമ്മോട് സംവദിക്കുന്നു. ഹലോ. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, GLP സ്കൂളിൻ്റെ 111-ാം വാർഷികവും ലെഗസികാല പ്രിയപ്പെട്ട രാധാദേവി ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവും ആഘോഷിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ സ്കൂൾ ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ ആശംസകൾ അറിയിക്കുന്നു. ഈ 111-ാമത് വാർഷികവും ഈ സ്കൂളിൻ്റെ പുതിയ സ്വപ്നങ്ങളുടെയും ഉയർന്ന തുടക്കമാകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ശ്രീദേവ്. അടുത്തതായി ഈ വർഷം നമ്മുടെ കൂട്ടത്തിൽ നിന്നും വിരമിക്കുന്ന ശ്രീമതി രാധാദേവി ടീച്ചർക്കുള്ള സ്നേഹോപഹാര ചടങ്ങാണ്. ആദ്യമായി ഉപഹാരം സമർപ്പിക്കുന്നത് LKGയിലെ ഇഷാൻ ബിയുടെ രക്ഷിതാവ് ശ്രീ ശശി രാധാദേവി ടീച്ചർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രാധാദേവി ടീച്ചറെയും ഉപഹാര സമർപ്പണത്തിനായി ശ്രീ ശശിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
താങ്ക് യു. മനോഹരമായൊരു ചിത്രം സമ്മാനിച്ച ശ്രീ ശശിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം അടുത്തതായി ടീച്ചർക്കുള്ള സ്നേഹോപഹാരം നൽകുന്നത് നമ്മുടെ സ്കൂളിലെ വിജയ് ടീച്ചറുടെ ഹസ്ബൻഡും ഫേമസ് ആർട്ടിസ്റ്റുമായ സത്യാനന്ദൻ രാധ ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രാധ ടീച്ചറെ വീണ്ടും ക്ഷണിക്കുന്നു. ചിത്രകാരന്മാർ അവരുടെ ഹൃദയത്തിൽ നിന്നും രാധാദേവി ടീച്ചർക്കുള്ള ഉപഹാരം നൽകുകയാണ്, മനോഹരമായ ചിത്രങ്ങളിൽ ആവിഷ്കരിച്ചുകൊണ്ട്. അടുത്തതായി 2ാം തരത്തിലെ ഇസ ഫാത്തിമ രാധ ടീച്ചർക്ക് ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. ഇസ ഫാത്തിമ. തങ്ങളുടെ പ്രിയങ്കരിയായ ടീച്ചർക്ക് ഇസ ഫാത്തിമയും രക്ഷിതാവും നൽകുന്ന സ്നേഹോപഹാര ചടങ്ങാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അടുത്തതായി 1ാം ക്ലാസ്സിലെ ആത്മിക രാധാദേവി ടീച്ചർക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഈ സ്കൂളിൽ മുമ്പ് അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ടീച്ചറടക്കം ടീച്ചറോടുള്ള സ്നേഹോപഹാരമായി ഒരു സമ്മാനം നൽകുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി രാധ ടീച്ചറെയും സ്നേഹോപഹാരം നൽകുന്നതിനായി സൈഫുന്നീസ ടീച്ചർ, റഫീഖ് മാസ്റ്റർ, രേഷ്മ ടീച്ചർ, ശ്രുതി ടീച്ചർ, റസീന ടീച്ചർ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രാധ ടീച്ചർക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു. സൈഫുന്നീസ ടീച്ചർ, റഫീഖ് മാസ്റ്റർ, രേഷ്മ ടീച്ചർ, ശ്രുതി ടീച്ചർ, റസീന ടീച്ചർ മുൻപ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകരാണ്. അവരുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രാധ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിന്റെ മറുമൊഴി ഭാഷണമാണ്. അതിനായി രാധ ടീച്ചറെ അത്യധികം സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി രാധാദേവി ടീച്ചർ ആത്മാർത്ഥതയുടെ മഴവിൽ സ്നേഹം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു ഉപഹാര സമർപ്പണം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ രാധാദേവി ടീച്ചർക്ക് ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് പ്രവീൺ ഒരു ഉപഹാരം നൽകുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി രാധ ടീച്ചറെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് പ്രവീൺ രാധാദേവി ടീച്ചർക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. താങ്ക് യു പ്രവീൺ. താങ്ക് യു ടീച്ചർ.
ആത്മാർത്ഥതയുടെ മഴവിൽ സ്നേഹം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച കർമ്മനിരതയായ അധ്യാപികയായിരുന്നു രാധ ടീച്ചർ. തൻ്റെ സമ്പത്തും സൗഭാഗ്യവും വിദ്യാർത്ഥികളാണെന്ന ബോധ്യത്തോടെ അവർക്കൊപ്പം സദാ കരുതലായും കരുത്തായി നിന്ന കാവൽ മാലാഖയായിരുന്നു ടീച്ചർ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നിരന്തരം പ്രചോദിപ്പിച്ച രാധാദേവി ടീച്ചർ ഇത്രയും വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിറഞ്ഞ പുഞ്ചിരിയും ഹൃദ്യമായ പെരുമാറ്റവും കൊണ്ട് കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും ഹൃദയത്തിൽ ഒരിടം നേടാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയുടെയും സ്വപ്നങ്ങൾക്കൊപ്പം അവരോടൊപ്പം സഞ്ചരിക്കാനും അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് സദാസമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി വാക്കുകളാൽ സ്നേഹം പകരുകയും ചെയ്ത ഇന്ന് ഈ അവസരത്തിൽ നമ്മൾ യാത്രയപ്പ് നൽകുന്ന രാധാദേവി ടീച്ചറുടെ ഇനിയുള്ള ജീവിതം ശോഭനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചറുടെ മറുമൊഴി ഭാഷണത്തിനായി സദസ്സ് കാതോർക്കുന്നു. സ്നേഹപൂർവ്വം ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ ആദ്യം തന്നെ എനിക്ക് തന്ന ഈ സ്നേഹ ആദരത്തിന് നന്ദി പറയുന്നു. പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ അങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്ന സിനോബിയും അല്ല ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ എഴുതി ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പക്ഷെ ഒന്നും എഴുതാനൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ 1996 മുതൽ കോട്ടക്കൽ നിവാസിയായി മാറിയതാണ്. ശരിക്കും എൻ്റെ വീട് ഷൊർണൂരാണ്, ഷൊർണൂരിനടുത്ത് കൈലിയാടാണ്. വിവാഹത്തിന് ശേഷമാണ് ഞാൻ കോട്ടക്കൽക്കാരിയായി മാറിയത്. ഹസ്ബൻഡ് കണ്ണൂരാണ് വർക്ക് ചെയ്യണത്, വർക്ക് ചെയ്യുന്നത് ആര്യവൈദ്യശാലയിലുമാണ്. അങ്ങനെ ഞാൻ കോട്ടക്കലെത്തി കൈപ്പള്ളി കൊണ്ട് താമസമാക്കി. അന്ന് TTC ഒക്കെ കഴിഞ്ഞ് PSC ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള സ്കൂളായിരുന്നു നമ്മുടെ ഈ കോട്ടക്കൽ GLP സ്കൂൾ. അന്ന് മുതലേ എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് അറിയാം. കാരണം നമ്മൾ PSC ഒക്കെ എഴുതി ഇരിക്കുമ്പോൾ നോക്കൂലോ ഏതാണ് അടുത്തുള്ള സ്കൂൾ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. അപ്പം അന്ന് ഞങ്ങളുടെ അയൽവാസികളായ ആളുകളെ പറഞ്ഞു അവിടെ കുട്ടികൾ കുറവാണ്, അത് ചിലപ്പോൾ പൂട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടോ ഒന്നും അറിയില്ലായിരുന്നു. ഇന്ദിര ടീച്ചറൊക്കെ ഉള്ള കാലമായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഇന്ദിര ടീച്ചറൊക്കെ പരിചയപ്പെട്ടത്. കാരണം മോനൊക്കെ 1ാം ക്ലാസ് ചേർത്തപ്പോൾ ഇവിടെ തന്നെയായിരുന്നു 4ാം ക്ലാസ് വരെ പഠിച്ചത്. മോളാണെങ്കിൽ 1 കൊല്ലം ഇവിടെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ വീടൊക്കെ വെച്ച് ഞങ്ങൾ മാറി വേറെ സ്കൂളിൽ പോയി, GMUP GUP ഒക്കെ പോയി. അപ്പോൾ അന്ന് കേട്ടപ്പോൾ ഈ സ്കൂളിൽ ഇനിയിപ്പോൾ അധിക കാലമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ PSC 2001 കിട്ടി. ഇരിങ്ങല്ലൂർ GLP സ്കൂൾ ജോയിൻ ചെയ്തു. 1.5 വർഷം അവിടെ ജോലിയെടുത്തു. പിന്നെ ട്രാൻസ്ഫർ വാങ്ങി ചെറുകുന്ന് GLP സ്കൂളിലെത്തി. പിന്നെ അവിടെ 3 വർഷം ജോലി ചെയ്തു. പിന്നെ 2006 ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ വന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്നത് ഇന്ദിര ടീച്ചറും സാറ ടീച്ചറും അസീസ് മാഷും ആയിരുന്നു. അന്ന് HM റിട്ടയർ ചെയ്തിട്ട് ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത അതേ ദിവസം തന്നെ ആയിരുന്നു നമ്മുടെ പുഷ്പ ടീച്ചർ ഇവിടെ ജോയിൻ ചെയ്തത് HM ആയിട്ട്. അന്ന് മുതൽ, കാരണം ടീച്ചർ ചാർജ് ഏറ്റെടുത്തു, ആ വർഷം മുതൽ അന്ന് കുട്ടികൾ ഒരു 100-ൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ദിര ടീച്ചർ കൃത്യമായിട്ട് അറിയാം.
അപ്പോൾ ആ വർഷം തന്നെ നമ്മുടെ സ്കൂൾ അതുവരെ പകലായിരുന്നു വാർഷികം ഉണ്ടായിരുന്നത്. ആ വർഷം മുതലാണ് രാത്രി വാർഷികം തുടങ്ങിയത്. ഓർമ്മ ശരിയാണെന്ന് ടീച്ചർക്ക് അറിയോ അറിയില്ല, ആണല്ലോ. ആ വാർഷികത്തിന് ഒരുപാട് ആളുകളുടെ പിന്തുണയും ഭയങ്കര നല്ല സപ്പോർട്ടും എല്ലാം കിട്ടിയിരുന്നു. കുട്ടികൾ കുറവാണെങ്കിലും അന്നത്തെ PTA അന്നല്ല എല്ലാ കാലത്തും നമ്മുടെ സ്കൂളിൻ്റെ വലിയൊരു സമ്പത്തായിരുന്നു നമ്മുടെ PTA. അപ്പോൾ അതിനു വേണ്ടി കുട്ടികൾ കുറഞ്ഞ ആ സമയത്ത് തന്നെ അവരതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയും അത്യാവശ്യം കുട്ടികൾ ഒരു 100-ൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഇങ്ങനെ വാർഷികം തുടങ്ങി. പിന്നെയും കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ 2007 പ്രീ പ്രൈമറി തുടങ്ങി. അങ്ങനെ വിജയ ടീച്ചറും ഗീത ചേച്ചിയും ആദ്യത്തെ വർഷം ആയിട്ട് ഗീത ചേച്ചിയും ടീച്ചറായിട്ട് വിജയും അങ്ങനെ ആദ്യം പ്രീ പ്രൈമറി ക്ലാസ് തുടങ്ങി. അങ്ങനെ തുടങ്ങലും അതുപോലെ വാർഷികങ്ങളൊക്കെ ഗംഭീരമായി ആഘോഷിച്ചു. അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ പേര് അങ്ങനെ ഒരുപാട് പേരിലേക്ക് എത്തി. പിറ്റേ കൊല്ലം പിന്നെ KG സെക്ഷൻ 2ആയി. അങ്ങനെ പ്രീത ടീച്ചർ വന്നു, ലീല ചേച്ചി വന്നു. അങ്ങനെ പ്രൈമറിയിൽ 2 ടീച്ചർമാരും 2 ആയമാരും, ഞങ്ങളുടെ LPയിൽ 5 ടീച്ചർമാരും. അന്ന് HTV ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ എണ്ണം കൂടിയാലേ പിന്നെ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പുഷ്പ ടീച്ചർ കയ്യിൽ നിന്ന് കാശൊക്കെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് കുട്ടികൾ കുറവായാൽ HMൻ്റെ ചാർജ് ഉണ്ടാവും, ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അന്ന് ടീച്ചർ അങ്ങനെ ആളെയൊക്കെ വെച്ചു. 2ാം ക്ലാസ്സിൻ്റെ ചാർജൊക്കെ അങ്ങനെ ഏൽപ്പിച്ചു. കുട്ടികൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനും HM ആയാലും നമുക്ക് കൃത്യമായി ക്ലാസ്സിൽ പോകാനൊന്നും അവർക്ക് കഴിയില്ല. അങ്ങനെ ആളെയൊക്കെ വെച്ചു. കുട്ടികളിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായി തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഒരു 150-160 കുട്ടികളായി. പിന്നെ അത് പടിപടിയായി 300-ൻ്റെ അടുത്തെത്തിയായിരുന്നു. 300 കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. അന്ന് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഈ സൗകര്യങ്ങൾ അപര്യാപ്തത നിമിത്തം ഡിവിഷൻ ഉണ്ടായില്ല. ഡിവിഷൻ ഇല്ലാത്ത കാരണം തന്നെ KGയിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികളായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, 10-60 കുട്ടികളെ വെച്ച് 70 കുട്ടികളൊക്കെ അവിടെ ഇന്ന് പഠിച്ചു പോയ ഒരു കാലം. നമ്മുടെ സ്കൂളിൻ്റെ ആ ഓരോ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കുട്ടികളുടെ എണ്ണം കൂടി. കാലക്രമേണ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരു അതിപ്രസരം വരികയും കുറച്ച് കുറഞ്ഞു വരികയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രാഫ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ HTV എന്നുള്ള ഇതില്ലാണ്ടായി, ബുദ്ധിമുട്ടുകൾ വന്നു. ഇപ്പോൾ നമ്മൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വരാൻ പോണ ഒരു സാഹചര്യമാണ്. അപ്പോൾ നല്ല ബിൽഡിംഗ് വന്ന് കിട്ടിയാൽ നമുക്ക് ഡിവിഷനാക്കാം, കുട്ടികളുണ്ടാക്കാം, കുട്ടികൾ കൂടുതൽ വരാൻ കഴിയും, ഇരിക്കാൻ കഴിയും. പിന്നെ ഇംഗ്ലീഷ് മീഡിയമൊക്കെ തുടങ്ങി. അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ മുന്നിൽ ഞാൻ ചെറിയൊരു ചിത്രം വരച്ച് തന്നത്. ഇനി നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 വർഷത്തോളം പുഷ്പ ടീച്ചർ HM ആയിരുന്നു. ഞാൻ സിനോബി, അസീസ് മാഷ്, ഇന്ദിര ടീച്ചർ, അതുപോലെ വിജയ, പ്രീത, ഗീത, ലീല, ഇവരെയൊക്കെ ഞങ്ങളൊരു കൊച്ചു കുടുംബം പോലെ. നമ്മൾ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞ പോലെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലൊക്കെ കഴിഞ്ഞു പോയിരുന്നു. നല്ല ഒരു കാലമായിരുന്നു. അങ്ങനെ ഒരു 10 വർഷത്തിന് ശേഷം പുഷ്പ ടീച്ചർക്ക് മലപ്പുറം GLPയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി അങ്ങനെ പോയി. പിന്നെ വന്നത് ഷഡാന മാഷ് HM ആയിട്ട് വന്നു. മാഷ് ഒരു വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലില്ലി ടീച്ചർ വന്നു. ലില്ലി ടീച്ചറെ ഓർക്കുമ്പോൾ നമുക്ക് ലേശം വിഷമമുണ്ട്. ടീച്ചർ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. റിട്ടയർ ചെയ്ത് 2 വർഷത്തിന് ശേഷം ടീച്ചർ ഈ ലോകത്തുനിന്ന് പോയി. അത് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് പതിഞ്ഞ ഒരു മുഖമായിരുന്നു. ഇപ്പോഴും ഈ സന്ദർഭത്തിൽ ഞാൻ ടീച്ചറെ ഒന്ന് ഓർത്ത് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജോർജ് മാഷ് വന്നു. 4-5 ഇപ്പം ലാസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട
സുധ ടീച്ചറും. അപ്പോൾ ടീച്ചറും വന്നപ്പോൾ ഒരു വർഷം എനിക്ക് ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പം എനിക്ക് റിട്ടയർ ചെയ്യാൻ തോന്നുന്നില്ല. 2 വർഷം കൂടി ടീച്ചറുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാനൊക്കെ ഒരു മോഹമുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ. ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യണം. ശോഭ ടീച്ചർ പറഞ്ഞ മാതിരി പഴയ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്തിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ പറയും, പ്രീതോടും വിജയോടൊക്കെ പറയും, ഞങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ട്, നല്ല ബിൽഡിങ് വരുമ്പോൾ നല്ല ക്ലാസ് റൂം കിട്ടും, നന്നായി കുട്ടികളെ പഠിപ്പിക്കാം, നല്ല സുഖമായിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ ഞാനും സിനോബി ഇന്നലെ ടീച്ചറൊക്കെ അപ്പോൾ അത് നോക്കി കാണും. എന്നാലും സന്തോഷം കിട്ടും. നമ്മുടെ മക്കൾക്ക് വരുന്ന തലമുറയ്ക്ക് നല്ല ബിൽഡിങ്ങും നല്ല സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭൗതിക സാഹചര്യമുള്ള ഒരു സ്കൂൾ നമ്മുടെ ഉയർന്നു വരട്ടെ. അതുപോലെ അതിൻ്റെ പ്രശസ്തി മുന്നോട്ട് വരട്ടെ. പിന്നെ ഈ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. കാരണം എല്ലാ കാലത്തും കേട്ടോ, ഇനി ഒരു കാലം ഞാൻ മാറ്റി പറയല്ല, നമ്മുടെ അഞ്ജനയൊക്കെ 6 വർഷത്തോളം നമ്മുടെ PTA പ്രസിഡൻ്റായിരുന്ന കാലമുണ്ട്. ഒരു റെക്കോർഡായിരിക്കും. കൊറോണ കാലം വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോഴും അഞ്ജനയ്ക്ക് വിട്ടുപോകാൻ പറ്റിയില്ല. പിന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിനീഷ് വന്നു. നിഷാന്ത് വന്നു. നിഷാന്ത് കഴിഞ്ഞ വർഷം PTA പ്രസിഡൻ്റായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും അത് വെറുതെ ഒരു അക്ഷരത്തിലോ വാക്കിലോ പറയുന്ന കാര്യമല്ല. സത്യസന്ധമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാൻ, മനസ്സിൻ്റെ അടുത്തെന്ന് പറയുകയാണ്. ഇത്രയും ആത്മാർത്ഥമായി ചെയ്ത്. അതുപോലെ പ്രവീൺ ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. രാവും പകലും ഇല്ലാണ്ട് നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി, ഈ സ്കൂൾ ഏറ്റവും മുൻപന്തിയിലെത്താൻ വേണ്ടി, കുട്ടികളുടെ എണ്ണം കൂടണം, സ്കൂളിൻ്റെ പ്രശസ്തി കൂടുതൽ എല്ലാവർക്കും എത്തണം. ആ ഒരൊറ്റ ചിന്താഗതി കൊണ്ട് തന്നെ ഉറക്കവും ഊണും എല്ലാം ഉപേക്ഷിച്ച്, ഇപ്പൊ ടീച്ചർ പറയണ്ടായി സ്വന്തം സഹോദരനെ പോലെ, ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കുള്ള അഭിപ്രായം അതാണ്. സ്വന്തം നല്ലൊരു സഹപ്രവർത്തകനായും അനിയനായും എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ വാക്കുകൾ ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെ ഒരു നന്ദി, ആ ഒരു എന്താ പറയുക, സ്നേഹം ഞാൻ ഈ സമയത്ത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. നിഷാന്ത്, പ്രവീൺ, അതുപോലെ ബാക്കി എല്ലാവരും, എല്ലാ MTA, നമ്മുടെ അർച്ചന, എല്ലാവരും അവരുടെ ആത്മാർത്ഥത നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അർച്ചന നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും ഇപ്പോൾ ഒരു ഗവൺമെൻറ് സാലറി അല്ലെങ്കിൽ കൂടി അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥത. നമ്മളെപ്പോഴും ശമ്പളത്തിന് വേണ്ടി, ശമ്പളം കിട്ടിയില്ലെങ്കിൽ എത്ര ചെയ്യുള്ളൂ, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ. പക്ഷേ അർച്ചനയ്ക്ക് അതില്ല. ഇപ്പോഴും ടീച്ചർ പകരമായി ക്ലാസ്സെല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ MTA പ്രസിഡന്റ് എന്ന നിലയിൽ ആ ഒരു കർത്തവ്യം ഏറ്റവും മനോഹരമായി എല്ലാ ഇന്നലത്തെ ആഘോഷങ്ങളിലും ഡാൻസിലായാലും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ബാക്കി MTA അംഗങ്ങൾ എല്ലാവരും എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വിജയം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ മൊത്തം പ്രശ്നമുണ്ട്. ജൂണ് എനിക്ക് വരാൻ കഴിയും. നല്ല സുധീശ്വരയുടെ കൂടെ എന്തായാലും നമുക്ക് ഇവിടെ വരാൻ പറ്റും, അതൊക്കെ ഓക്കെ. എന്നാലും പഴയ പോലെ കുട്ടികളുടെ കൂടെ കഴിയാൻ പറ്റില്ല. എന്തായാലും മിസ് ചെയ്യും. ഓക്കെ, നന്ദി. താങ്ക് യു ടീച്ചർ. ഹൃദയസ്പർശമായ വാക്കുകൾ കൊണ്ട് വാക്കുകൾ പൂർണ്ണമാക്കാൻ കഴിയാത്ത ടീച്ചറുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ടീച്ചർക്ക് വിഷമിക്കേണ്ടതില്ല. 20 വർഷക്കാലത്തോളം മഹത്തായ സേവനം കൊണ്ടും സ്നേഹം കൊണ്ടും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ടീച്ചർക്ക് ശിഷ്ടകാലവും എല്ലാവിധത്തിലുള്ള അനുഗ്രഹ ആശംസകളും ദൈവാനുഗ്രഹവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന ടീച്ചർക്കായി ഇവിടുത്തെ
എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഭാഗമായി മനോഹരമായൊരു വീഡിയോ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ദൃശ്യാവിഷ്കാരം നമുക്ക് ഈ നിമിഷം കാണാം. അധ്യാപനം ഒരു തൊഴിൽ മാത്രമല്ലെന്നും അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ആത്മസമർപ്പണം കൂടിയാണെന്നും തെളിയിച്ചുകൊണ്ടാണ് ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് വിടവാങ്ങുന്നത്. കുട്ടികളുടെ ഹൃദയത്തിൽ, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ രാധ ടീച്ചർ എന്നും ഉണ്ടായിരിക്കും. അധ്യാപകർ വിരമിച്ചാലും വിരമിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കേണ്ടതുണ്ട്. ഔപചാരികമായ ഈ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. അതിനു മുന്നോടിയായി ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി യാസിർ സാറാണ്. നന്ദി അർപ്പിക്കുന്നതിനായി യാസിർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനിയും വൈവിധ്യങ്ങളായ ഒരുപാട് പരിപാടികൾ നമുക്ക് മുമ്പിലുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കോട്ടക്കലിൻ്റെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, നവോത്ഥാന രംഗത്ത് ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുള്ള കോട്ടക്കൽ GLP സ്കൂൾ അതിൻ്റെ 111ാമത് വാർഷികവും പ്രിയപ്പെട്ട രാധാദേവി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ്. അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഇതിലർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ സംഗമത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച SSK ജില്ലാ പ്രോഗ്രാം ഓഫീസറും എൻ്റെ സഹപ്രവർത്തകനും പ്രിയ സുഹൃത്തുമായ, അതിലുപരി കവിയും സിനിമ രംഗത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീ മഹേഷ് MD സാറാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ, സ്കൂളിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച നമ്മളിൽ ഒരാളായ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ പ്രവീൺ പള്ളത്ത്, അദ്ദേഹത്തിനും നമ്മുടെ സ്കൂളിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കോട്ടക്കൽ നഗരസഭയുടെ നഗരപിതാവ്
ശ്രീ നാസർ സാർ, അദ്ദേഹത്തെയും നമ്മുടെ ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വിശേഷിപ്പിച്ച കേരളത്തിൻ്റെ വാനമ്പാടി, അതിലുപരി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ തീർത്ത സത്യൻ, അവരെയും നമ്മുടെ സ്കൂളിൻ്റെ, നമ്മുടെ ഈ സംഗമത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി റംല ടീച്ചർ, അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ ശ്രീ കൃഷ്ണകുമാറേട്ടൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീമതി ശോഭ ടീച്ചർ, നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നഗരസഭയിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യവും അതേപോലെ തന്നെ അവരുടെ ആവോളമുള്ള സഹകരണവും നമുക്കെന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട SMC ചെയർമാൻ ശ്രീ പ്രബീഷ്, MTA പ്രസിഡന്റ് ശ്രീമതി അർച്ചന, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കാൻ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, മറ്റു എൻ്റെ സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി വളരെ വിജയകരമാക്കുവാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ പിഞ്ചു മക്കൾക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ ഉദ്ഘാടന ഈ നമ്മുടെ യാത്രയപ്പ് സമ്മേളനം ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കോട്ടക്കൽ GLP സ്കൂൾ 111-ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന സെഷനാണ് ഈ വേദിയിൽ ഇപ്പോൾ അവസാനിച്ചത്. ഇനിയൊരു ടീ ബ്രേക്കാണ്. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം മന്ത്രം മന്ദം ചൊല്ലി പൂക്കുന്നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ. ഞാൻ 2006 മുതൽ കോട്ടക്കൽ GLP സ്കൂളിൽ വർക്ക് ചെയ്തു വരികയാണ്. എൻ്റെ മോനൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളായാലും കുട്ടികളായാലും വളരെ ആത്മാർത്ഥമായ സഹകരണത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളായിരുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശക്തമായ ഒരു PTA സാന്നിധ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. റിട്ടയർ ചെയ്തു പോവുകയാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു ബിൽഡിങ്ങും നല്ല ഒരു സ്കൂളും വരാൻ പോകുന്നതിൻ്റെ വലിയൊരു സന്തോഷം എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വിരമിക്കുന്ന അവസരത്തിൽ ഇതുവരെ സഹകരിച്ച രക്ഷിതാക്കളോടും അതുപോലെ ഇവിടുത്തെ കുട്ടികളോടും PTA പ്രതിനിധികളോടും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വെള്ളാരത്താരം വിണ്ണിൽ തേവാരം നോൽക്കുന്നേ തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലി പൂക്കുന്നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ